വാർത്തകളിലേക്ക്. കർണാടക മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാനുള്ള നിർണായക ചർച്ചകൾ ഡൽഹിയിൽ തുടരുകയാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഉണ്ണി ചേരുകയാണ്. കെ സി ഉണ്ണി കൃഷ്ണൻ ചേരുകയാണ്. കെ സി, ആദ്യ ഊഴം DK ശിവകുമാർ ആവശ്യപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നു. അനുനയിപ്പിക്കാൻ ഉപമുഖ്യമന്ത്രി പദവും സുപ്രധാന വകുപ്പുകളും നേതൃത്വം വാഗ്ദാനം ചെയ്തു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇത് 2 ദിവസം മുൻപ് നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയാണ്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ? അജി, കർണാടക മുഖ്യമന്ത്രിയെ കണ്ടെത്താനായിട്ട് ആരാണ് എന്ന് തീരുമാനിക്കാനായിട്ട് ഡൽഹിയിൽ ചർച്ചകൾ തുടരുകയാണ്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ യെദ്യൂരപ്പയുമായും അതോടൊപ്പം തന്നെ DK ശിവകുമാറുമായും സിദ്ധരാമയ്യയും DK ശിവകുമാറുമായും ചർച്ച നടത്തും. എന്നിട്ട് ഒരു തീരുമാനമുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് രാത്രിയോട് തന്നെ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കളുമായി മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കർണാടകയിൽ കോൺഗ്രസ് നേതൃത്വം AICC നിയോഗിച്ച നിരീക്ഷകർ അവിടെ ഒരു റിപ്പോർട്ട് ഈ കർണാടകയിൽ ആർക്കാണ് കൂടുതൽ സ്വാധീനമെന്ന് അടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് AICC നേതൃത്വത്തിന് കൈമാറിയിരുന്നു. ആ റിപ്പോർട്ടെല്ലാം കൂടി പരിഗണിച്ചാണ് ഈ 2 നേതാക്കളെയും, അതായത് DK ശിവകുമാർ അടക്കമുള്ള നേതാക്കളെല്ലാം തന്നെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകളെല്ലാം നടത്തിയ ശേഷമായിരിക്കും ആരായിരിക്കും കർണാടക മുഖ്യമന്ത്രിയാവുക എന്ന കാര്യത്തിൽ ഇന്നൊരു തീരുമാനം ഉണ്ടാകുക. ചർച്ച അനന്തമായി നീട്ടരുതെന്ന് രാഹുൽ ഗാന്ധി നേരത്തെ പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ ഈ DK ശിവകുമാർ അദ്ദേഹത്തിന് ഒരു ഉപാധി മുമ്പോട്ട് വെച്ചിരുന്നു. തനിക്ക് ഈ ടേം വ്യവസ്ഥയാണെങ്കിൽ തനിക്ക് 2 വർഷം, ആദ്യത്തെ 2 വർഷം തരണമെന്ന കാര്യത്തിൽ അദ്ദേഹം ഒരു ഉപാധി മുന്നോട്ട് വെച്ചിരുന്നു. അതോടൊപ്പം തന്നെ കൂടാതെ ഈ 2 വർഷം മുമ്പോട്ട് വെക്കുന്ന സാഹചര്യത്തിൽ ഒരു അനുനയ നീക്കം കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ആദ്യ 2 വർഷം തന്നെ പരിഗണിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ഒരു ഉപാധി എന്ന നിലയിൽ നേതൃത്വം മുന്നോട്ട് വെച്ചൊരു കാര്യം ഉപമുഖ്യമന്ത്രി പദവും അതോടൊപ്പം തന്നെ ശിവകുമാർ നിർദ്ദേശിക്കുന്ന 3 പേരെയും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താമെന്നൊരു കാര്യമാണ് നേതൃത്വം മുന്നോട്ട് വെച്ചൊരു ഉപാധി. എന്തായാലും ചർച്ചകൾ തുടരുകയാണ്. വൈകിട്ടോടെ തന്നെ ഇക്കാര്യത്തിലൊരു സ്ഥിരീകരണം, ആരാണ് മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഉപമുഖ്യമന്ത്രി പദം നേരത്തെ തന്നെ വാഗ്ദാനം ചെയ്തിരുന്നു. അതായത് ഉപമുഖ്യമന്ത്രി പദം, മറ്റു സുപ്രധാന വകുപ്പുകൾ, ആഭ്യന്തരമടക്കമുള്ള വകുപ്പുകൾ DKക്ക് നൽകാനുള്ള നീക്കത്തിന് ഈ സിദ്ധരാമയ്യ പക്ഷം എങ്ങനെയാണ് മറുപടി നൽകുന്നത്? അജി, കർണാടകയെ സംബന്ധിച്ച് 2 നേതാക്കളും മുതിർന്ന നേതാക്കളാണ്. ഏറ്റവും ജനപിന്തുണയുള്ള നേതാക്കളാണ്. കർണാടകയുടെ കർണാടകയിൽ കോൺഗ്രസ് തിരിച്ചു വന്നതിൽ ഏറ്റവും നിർണായക പങ്കുവച്ച 2 നേതാക്കൾ തന്നെയാണ് സിദ്ധരാമയ്യ, DK ശിവകുമാറും. പ്രധാനമായും ഈ നേതാക്കളെ അനുനയിപ്പിച്ച ഒരു ഉത്തരം കിട്ടാനാണ്, ഒരു പ്രധാനമായൊരു നേതാവിനെ കണ്ടെത്താനാണ്, മുഖ്യമന്ത്രി കണ്ടെത്താൻ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം ശ്രമിക്കുന്നത്. അത് എന്തെന്ന് വെച്ചാൽ പ്രധാനമായി ഈ ജനപിന്തുണയുള്ള നേതാക്കളാണ്. ഇവരെ പിണക്കുന്നതിൽ ഒരു വലിയൊരു തിരിച്ചടി ഉണ്ടായേക്കാമെന്ന കണ്ടെത്തലെല്ലാം തന്നെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ട്. അപ്പം അതെല്ലാം കണക്കിലെടുത്ത് തന്നെ ഒരു നല്ലൊരു 2 നേതാക്കൾക്കും ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ 2 നേതാക്കൾക്കും സമ്മതമെന്ന രീതിയിൽ തന്നെ ഒരാളെ മുഖ്യമന്ത്രി പദത്തിലേക്ക് കൊണ്ടുവരാൻ തന്നെയാണ് പ്രധാനമായും നേതൃത്വം ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ഈ സിദ്ധരാമയ്യ 70 വയസ്സുള്ള നേതാവാണ്. അദ്ദേഹം മുതിർന്ന നേതാവാണ്. അദ്ദേഹത്തെ കൂടുതൽ ജനപിന്തുണ അദ്ദേഹത്തിനുള്ള, കൂടുതൽ MLA-മാരുടെ പിന്തുണ അദ്ദേഹത്തിനുണ്ടെന്ന് തന്നെയാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം അവകാശപ്പെടുന്ന ഒരു കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അതേസമയം DK ശിവകുമാർ അവിടുത്തെ PCC അധ്യക്ഷനാണ്. അദ്ദേഹം കർണാടകയിൽ ഇപ്പോൾ ഈ കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവരുന്നതിൽ നിർണായക പങ്കുവച്ച നേതാവാണ്. ഇതെല്ലാം കണക്കിലെടുത്ത് 2 നേതാക്കളെയും തുല്യരായി തന്നെയാണ് കണ്ടുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം പ്രധാനമായും ഈ ഒരു മുഖ്യമന്ത്രി പദത്തിലേക്ക് ആരെ കൊണ്ടുവരുന്ന എന്ന കാര്യത്തിലുള്ള ചർച്ചകളെല്ലാം തന്നെ നടത്തുന്നത്. അപ്പം ഒരു അനുനയ നീക്കം, ഉപാധികളെല്ലാം വെച്ച് തന്നെ ഒരു അനുനയ നീക്കം തന്നെയാണ് അവിടെ പ്രധാനമായും കോൺഗ്രസ് നേതൃത്വം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തന്നെ ഈ സിദ്ധരാമയ്യ പക്ഷം അദ്ദേഹം തന്നെ വരണമെന്ന നേരത്തെ തന്നെ കൂടുതൽ ആളുകൾ അദ്ദേഹത്തിന് വേണ്ടി വാദിക്കുന്ന ഒരു സാഹചര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അതേസമയം തന്നെ DK ശിവകുമാർ ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് പ്രതികരണങ്ങളൊന്നും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് സ്ഥാനം വേണമെന്ന സ്ഥാനമോഹം അങ്ങനെ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നില്ല. എന്നാലും അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം അല്പസമയം മുമ്പ് അദ്ദേഹം മാധ്യമത്തിന് നൽകിയ പ്രതികരണം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സഹോദരന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞതാണ്, പാർട്ടി അമ്മയാണെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അത് വീണ്ടും അദ്ദേഹം ആവർത്തിക്കുകയാണ്. എത്ര MLA-മാർ കൂടെ ഉണ്ടെന്ന ചോദ്യത്തിന് അദ്ദേഹം ഒരു മറുപടി പറഞ്ഞില്ല. 135 MLA-മാരും അവിടെ ഉണ്ട് എന്നൊരു പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത്. അതോടൊപ്പം തന്നെ താൻ രാജിവെക്കുമെന്ന വാർത്ത, അതായത് ഹൈക്കമാൻഡ് തീരുമാനം എന്തായാലും അംഗീകരിക്കും, താൻ രാജിവെക്കുമെന്ന തരത്തിൽ നേരത്തെ മാധ്യമങ്ങൾ വാർത്ത കൊടുത്തിരുന്നു. അതിനെതിരെ നടപടി ഉണ്ടാകും എന്ന ഒരു കാര്യം കൂടി അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും എന്ത് തീരുമാനമായാലും താൻ അംഗീകരിക്കുമെന്നൊരു നിലപാടാണ് DK ശിവകുമാർ മുന്നോട്ട് വെക്കുന്നത്. സിദ്ധരാമയ്യ അദ്ദേഹം മുഖ്യമന്ത്രിയായി വന്നാൽ പോലും
ഹൈക്കമാൻഡ് തീരുമാനത്തോട് താൻ അംഗീകരിക്കും എന്നൊരു കാര്യം തന്നെയാണ് DK ശിവകുമാർ പറയുന്നത്. കൂടാതെ ഇന്ന് വൈകിട്ടോടെ തന്നെ രണ്ട് നേതാക്കളുമായി മല്ലികാർജ്ജുൻ ഖാർഗെ ചർച്ച നടത്തി ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. DK ശിവകുമാറും അതോടൊപ്പം തന്നെ സിദ്ധരാമയ്യയുമായി ചർച്ച നടത്തിയിട്ട് ഒരു അന്തിമ തീരുമാനത്തിലേക്ക് വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അല്പസമയത്തിന് ശേഷം DK ശിവകുമാറുമായി ആദ്യം മല്ലികാർജ്ജുൻ ഖാർഗെ ചർച്ച നടത്തും. അതിനുശേഷം സിദ്ധരാമയ്യയും ഒരു 6-7 മണിയോടുകൂടി ചർച്ച നടത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇന്ന് അർദ്ധരാത്രിയുടെ തന്നെ കർണാടകയിലെ ആന്റി ക്ലൈമാക്സ് ഇതുവരെ നടന്നിട്ടില്ല. ഡൽഹിയിലാണ് മുഖ്യമന്ത്രിക്കായുള്ള തിരക്കിട്ട ചർച്ചകൾ നടത്തുന്നത്. വാർത്തയുടെ വിവരങ്ങൾ നൽകുകയായിരുന്നു നാഷണൽ ഡെസ്കിൽ നിന്നും KC ഉണ്ണികൃഷ്ണൻ.